അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോതമ്പ് മാവ് വെച്ച് നമുക്ക് ചപ്പാത്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലാ വീട്ടമ്മമാർക്കും ഒരു പ്രശ്നമുണ്ട്, അത് ചപ്പാത്തി ഉണ്ടാക്കിയ അത് റെഡി ആവുന്നില്ല എങ്കിൽ റെഡി ആവുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. എത്ര തയ്യാറാക്കിയിട്ടും നമുക്ക് ആ ചപ്പാത്തിയുടെ ഒരു സോഫ്റ്റ്നെസ്സും ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അത് മാറ്റാൻ വേണ്ടിയുള്ള ഇത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ചെയ്യുന്ന കണക്ക് നിങ്ങൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി രണ്ടു മൂന്ന് പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചേർത്തെങ്കിൽ നമ്മൾ ചപ്പാത്തി സോഫ്റ്റ് ആക്കി കിട്ടത്തുള്ളൂ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പൊ അതിനു മുമ്പേ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ വിട്ടാരെ. പോയേക്കാം. അപ്പൊ ഞാൻ ഏകദേശം ഒരു 1/2 കിലോ മാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂണ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള കടലമാവ്. അതും ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഹോളാക്കി എടുത്തിട്ടുണ്ട്, ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്നതൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് പേഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എടുക്കണം. ഇപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താം. ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുള പിടിച്ച് എടുക്കാം. എത്ര വേണോ, എത്ര വലിപ്പം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ അത് ഉരുള പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് പരത്താം. കുറച്ച് മേളിലും കുറച്ച് മാവിട്ട് കൊടുത്തിട്ട് അപ്പൊ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ദോശക്കല്ല് അടുപ്പ് വെച്ചും ചൂടായി വന്ന് കുറച്ച് എണ്ണ നമുക്ക് ഇവിടെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. കുറച്ചെണ്ണ നമുക്ക് മേളിലും കൂടെ തേച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചിടാം. അപ്പൊ നമ്മൾ 2 ഭാഗം റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. അപ്പൊ എല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ കൂടെ നമ്മൾ ചപ്പാത്തിയിൽ അടിപൊളിയാക്കി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി എന്റെ സോഫ്റ്റ്നെസ് നോക്കട്ടെ. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ലൈക്ക് അടിക്കണേ. ഇനി നമുക്കൊന്ന് ഇതൊന്ന് നോക്കണ്ടേ.